വർക്കായത് സെക്കൻഡ് ഹാഫിലാണ്. അത് തീർച്ചയായിട്ടും കാരണം അദ്ദേഹം ഇപ്പോഴും ആ സ്വാഗ് വെച്ച് ഒരിക്കലും ഇതൊരു മോശം പടമല്ല. ഇതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ വേറൊരു മീറ്ററുള്ള സിനിമയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാൾ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ടുവേർഡ്സ് എൻ്റെ എനിക്ക് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അമീർ ഖാൻ, രജനീകാന്ത് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ തന്നെ രണ്ട് വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നിച്ച സീനുകളൊക്കെ കാണുന്നത് എനിക്ക് ഒരു ഭയങ്കര യൂഫോറിയ. സൗബിന് ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഫാഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലുമാണ്. പിന്നെ അഭിനയത്തിലേക്ക് കടന്നത് രജനീകാന്ത്, സത്യരാജ്, പിന്നെ ശ്രുതിഹാസൻ, സൗബിൻ ഷാഗർ, പിന്നെ അമീർ ഖാൻ, പിന്നെ ഉപേന്ദ്ര തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഉണ്ട്. പടം ബമ്പർ ഹിറ്റാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ആ ഫീൽ എന്തായാലും ഇതിനകത്ത് തിയേറ്ററിൽ ഒന്ന് ധൈര്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു തിയേറ്ററിൽ വരുമ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ എൻജോയ് ആയിട്ട് കണ്ടിട്ട് പോകുക എന്നുള്ളതാണ്. അതെന്തായാലും നമുക്ക് തരുന്നുണ്ട്. അവസാനത്തെ ക്ലൈമാക്സിൽ കിടിലോട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ധൈര്യമായിട്ട് രജനീകാന്ത് സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ ഒരു രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുമല്ലോ. അതുണ്ട്. ആ 70-ാം വയസ്സിൽ ആ സ്ക്രീൻ പെർഫോമൻസ് അമീർ ഖാനൊക്കെ കുറച്ചേ ഉള്ളൂ, ക്യാമിയോ റോളാണ്. പക്ഷേ അമീർ ഖാൻ വന്ന ആ സാധനം അടിപൊളിയാണ്. നമ്മൾ വിചാരിച്ച് വന്നെന്തോ വലിയ സംഭവം ചെയ്യാൻ പറ്റും, പക്ഷെ അത് വേറൊരു മൂഡിലെടുത്തേക്കാണ്. നമുക്ക് അമീർ ഖാൻ്റെ ആ സീനൊക്കെ ഒരു 10-15 മിനിറ്റ് പൊളി സാധനമാണ്. എന്തായാലും നമുക്ക് എപ്പോഴും പൈസകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നു. കാരണം നമ്മൾ പണിയെടുത്ത പൈസയാണ്. ഇത് ആരും കട്ടും പൊട്ടിച്ചും കൊണ്ടുവന്ന പൈസയല്ല. തിയേറ്ററിൽ ധൈര്യമായിട്ട് വന്നിരുന്ന സിനിമ കാണുന്നത് നമ്മൾ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഭക്ഷണം കഴിക്കുന്ന ഫീൽ എന്താവും, ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തിയേറ്ററിൽ കിട്ടും. രജനീകാന്ത് എന്ന് പറയുന്നത് നമ്മളെന്താ ഒരു കാരണവർ സ്ഥാനത്ത് കാണണം. അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി രോഗം എഴുന്നേക്കും. അതാണ് ഈ പടം. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം എന്നുള്ള പേരിടുന്നതായിരിക്കും. കാരണം അത്ര പൊളി മ്യൂസിക്കാണ്. രജനീകാന്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. തലൈവർ പിന്നെ എല്ലാ മൂഡും ഉണ്ട് പടത്തിൽ. ലൈക്ക് അനിരുദ്ധിൻ്റെ മ്യൂസിക് പൊളിച്ചു, സ്റ്റൈൽ ഇருக்கு, കോമഡി ഇருக்கு, ഇമോഷൻ, ഫാമിലി ഇമോഷൻസ് ഇருக்கு, എല്ലാം ഇருக்கு. സൗബിൻ ആക്ച്വലി നമ്മൾ വന്നപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച, പക്ഷേ ത്രൂ ഔട്ട് സൗബിൻ കാണും. സോ വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. ക്യാമിയോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? ക്യാമിയോസ് ഒക്കെ ആ സമയത്ത് എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര അമീർ ഖാനൊക്കെ വന്നപ്പോൾ പോയി. കുറേ വ്യക്തിത്വ വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു രജനീകാന്തിൻ്റെ പടം കണ്ടതിന് സന്തോഷമുണ്ട്. തലൈവർക്ക് ഇപ്പോഴും പ്രായമാവുന്നില്ല. തലൈവർ തന്നെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സൗബിൻ, അനിരുദ്ധിൻ്റെ മ്യൂസിക്, ആമിർ ഖാൻ്റെ എൻട്രി, കൈൻഡ് ഓഫ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സോ എല്ലാം ഉണ്ട്. ഇമോഷന്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, സ്റ്റൈലുണ്ട്. തിയേറ്റർ മസ്റ്റ് വാച്ച്. ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ഒരു മൂവി കണ്ട പോലെ ഉണ്ട്. പിന്നെ വയലൻസ് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് എത്രത്തോളം അറിയില്ല. നെക്സ്റ്റ് ഡെഫിനറ്റ്ലി ലോകേഷിൻ്റെ മറ്റെല്ലാ പടങ്ങളെക്കാളും എനിക്കൊരു പഠിക്കുന്നത് ഇഷ്ടമായി. വിക്രവും ലിയോ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പോൾ ടോട്ടൽ പാക്കേജ് എനിക്ക് ഇഷ്ടമായി. ടോട്ടലി കംപ്ലൈൻറ്റ് അങ്ങനെ തോന്നാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു മാസ് എലമെന്റ്സ് പ്രതീക്ഷിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു സിനിമയിൽ വരുന്നത്. അത് കൂടുതൽ എനിക്ക് കിട്ടിയ സെക്കൻഡ് ഹാഫിലാണ്. എന്ന് വെച്ചാൽ എനിക്ക് കൈയടിക്കാനൊക്കെ തോന്നിയത് കൂടുതൽ സെക്കൻഡ് ഹാഫിലാണ്. വളരെ നന്നായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജയിലർ പോലത്തെ സാധനമല്ല ഇത്. ദിസ് ഇസ് മോർ ഓഫ് ലോകേഷ് സാധനമല്ല. പൊതുവെ അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾക്കൊരു സട്ടിൽ സ്വഭാവം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജയിലറിൽ കാണുന്ന ഒരു തട്ടുപൊളിപ്പൻ മാസമല്ല കൂലിയിൽ കാണുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ഇരുത്തം വന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിൻ്റെ ലൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിലും സംഭവങ്ങളിലൊക്കെ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടെ അത് എൻഗേജിങ് ആയിട്ടുള്ളൊരു ഗാങ്സ്റ്റർ ഫിലിം പോകുന്ന പോലെയാണ് പോകുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് ദ എൻഡിൽ വീണ്ടും നമ്മുടേതായിട്ടുള്ള ഒരു ഫോർമുല എലമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇതിന് ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെലവൻസ് ഉള്ള സാധനം. അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സിനെയും ഉള്ള സമയം കൊണ്ട് അദ്ദേഹം. അത് നാഗാർജുന സാറാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഞാൻ അദ്ദേഹത്തിന് ഒപ്പം അഭിനയിച്ചിട്ടുള്ള എനിക്ക് ശരിക്കും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കാലിബറൊക്കെ ശരിക്കും ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ആം വെരി ഹാപ്പി അദ്ദേഹം ഇതുപോലൊരു ക്യാരക്ടർ എടുത്തു എന്നുള്ളത്. കാരണം പുള്ളി അവിടെ സ്റ്റാറാണ്, അവിടെ നായകൻ ചെയ്യുന്ന ഒരാൾ ഇങ്ങനൊരു ക്യാരക്ടർ എടുത്ത് ഭയങ്കര സ്വാഗതമായിട്ട് നല്ല ഗംഭീരമുണ്ട്. പക്ഷേ ഡയറക്ടറാണ് നമ്മുടെ ലോകേഷ്. രണ്ടും കൂടെ ഹൈ എക്സ്പെക്ടേഷൻ നല്ലത്. വെരി സാറ്റിസ്ഫൈഡ്.
എപ്പോഴും രജനി സാർ പടം എന്ന് പറയുമ്പോൾ മാസ് ഫിലിമാണ്, മസാല മാസ് ഫൈറ്റ് എല്ലാം ഉണ്ടാവും. ബട്ട് ലോക്കേഷൻ കൂടെ ചേർന്നപ്പോൾ ഒരു ഇന്റലക്ച്വൽ ഫിലിമായിപ്പോയി. ബുദ്ധിപൂർവമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. 100% ഇത് തിയേറ്റർ മസ്റ്റ് വാച്ച് ഫിലിം. സോ വീട്ടിലിരുന്നിട്ട് ആരും OTP-യിൽ വന്ന് കണ്ടിട്ട് രസമുണ്ടാവില്ല. ഈ രജനി സാർ പടം ഫസ്റ്റ് ഷോ, ഓപ്പണിംഗ് ഷോ, അതുകൊണ്ടാണ് ഉറങ്ങാതെ രാവിലെ 5 മണിക്ക് കഴിഞ്ഞ് ഇങ്ങനെ വന്നത്. സൗബിൻ ഒരു രക്ഷയില്ല, ആ പറഞ്ഞ സൗബിൻ പക്ക ഒരു രക്ഷയില്ല. മാസ് സീനാണ്. പൊളിച്ചടിക്ക് പടം പൊളിച്ചടിക്ക്. പിന്നെ രജനിയൊക്കെ ലോകേഷ് കനാലായി അതും നമ്മൾ ഇതുവരെ കണ്ട ജയിലർ വെച്ച് നോക്കല്ലേ, അതൊക്കെ മേലാണ് ചെയ്ത് വെച്ചത്. വേറെ ടൈപ്പിലായി പേട്ട സിനിമ, അതൊക്കെ മോളിൽ ആ ഒരു ടൈപ്പ് വേറെ മോളിൽ. ഇൻട്രോവിൽ കഴിഞ്ഞ് ഒരു രക്ഷയില്ലടോ, സൂപ്പർ സീനാണ്, മൊത്തം സീൻ. ഒരാളെ പടത്തേത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ജയിലറിന്റെ ഒക്കെ അത്രയ്ക്ക് എത്തുമോ? ജയിലറിന്റെ ഇതൊരു വേറൊരു രീതിയാണ്. എന്നാലും അതിനകത്തൊരു സ്റ്റൈലും മാസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന അമീർഖാൻ്റെ റോളെക്കാൾ പറയുന്നതാണ് അദ്ദേഹത്തിന് ഈക്വൽ ആയിട്ടുള്ളൊരു റോൾ തന്നെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നല്ല രീതി തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയാണ്, സെക്കൻഡ് ഹാഫിൽ അത്രയും പോരാ. പക്ഷേ ക്ലൈമാക്സിനൊക്കെ എടുത്തപ്പോഴത്തേക്കും പിന്നെയും LCU എക്സ്പെക്ട് ചെയ്താലും വരേണ്ട കാര്യം ഒരേ യൂണിവേഴ്സാണ്, വേറെ സ്റ്റാൻഡേർഡ് തന്നെയാണ്. നല്ലൊരു പടം. സൗബിന്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വളരെ നല്ല കിടിലായിട്ട് ഇല്ല. ജയിലർ വിനായകൻ കാണിച്ച പോലെ അതേപോലെ നമുക്കൊരു നല്ലൊരു മാസ് റോളാണ്. മ്യൂസിക് ഇഷ്ടപ്പെട്ടു, വർക്കൗട്ടായി. എനിക്ക് അതിൽ ഉപേന്ദ്രൻ്റെ ഒരു BGM ഉണ്ടായിരുന്നു, അത് വളരെയധികം പറയേണ്ടത് മെയിൻലി 50% ലോകേഷ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ലോകേഷിൻ്റെ നല്ലൊരു പടം. സ്റ്റാൻഡേർഡ് അങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നും വിക്രം പോലെ ഒന്നും എക്സ്പെക്ടേഷൻ അല്ല വേണ്ട. രജനീകാന്തിന് വേണ്ടി ലോകേഷ് എടുത്തത് നല്ല പടം. നമ്മൾ തീർച്ചയായിട്ടും കാണാൻ പറ്റും. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നാഗാർജുനെ ആണെങ്കിലും അമീർ ഖാനും ലാസ്റ്റും എല്ലാം വന്നൊരു നല്ല പടം, നല്ല സിനിമയാണ്. പടം കാണുമ്പോൾ എങ്ങനെയാണ്? രജനി പടം എന്ന് പറയുമോ ലോകേഷ് പടം എന്ന് പറയുമോ? ലോകേഷ് പടം ആ ലെവലാണ് ആ ലെവൽ തന്നെയാണ്. വേണ്ടി പോരാടുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള രീതിയിലൊക്കെയുള്ളൊരു നല്ലൊരു ക്യാരക്ടറാണ്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. അതെ അത് നമുക്ക് എന്തായാലും കാണാവുന്ന ഒരു ചിത്രമാണ്. ഓൾ ത്രൂ ഔട്ട് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം നന്നായിട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് BGM പൊളിച്ച് ഓൾ ത്രൂ ഔട്ട് അമേസിംഗ്. പിന്നെ എല്ലാത്തിനും കവറപ്പ് ചെയ്യുന്നു. ഓൾ വെരി ഗുഡ് പെർഫോമൻസ്. ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി കുറേ നാൾക്ക് ശേഷം ഇത്ര ഓളമുള്ളൊരു ഫുൾ പെർഫോമൻസ് മൂവി